ആ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളോ? ഏതാള്? കുഞ്ഞലക്ഷ്മി ടീച്ചർ എന്ന അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ഒന്ന് കറങ്ങി. പിന്നെ അന്തരം ഒരു കാര്യം ഏറ്റെടുത്താൽ എന്തടങ്ങാറുണ്ടെങ്കിലും അത് നടത്തുന്ന അറിയാലോ. വരി. അമ്മാവനാ? തന്റെയോ? ഛീ, ഞാൻ സരസ്വതിയുടെ അമ്മാവനാ. ഏത് സരസ്വതി? വേറെ ഒന്നും തോന്നരുത്, അവളെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാമൂലുകളൊന്നും വേണ്ടെന്ന് കുഞ്ഞലക്ഷ്മി ടീച്ചർ പറഞ്ഞോണ്ടാ. സരസ്വതി, ഒരാളെ വേണമെന്ന് പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞില്ലേ? ഒരുപാട് അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആട്ടെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇതിനൊക്കെ എന്റെ ട്രെയിനിങ്. മാഷക്ക് സംഗതി പിടിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മാഷ് തോന്നട്ടെ. ഒന്നും പറയണ്ട, ഇതൊക്കെ ദൈവനിശ്ചയാന്ന് കണക്കാക്കിയാ മതി. താൻ എന്തിനാ നീ മണവാളിനെ കൈമ കൊണ്ടുപോണത്? എന്റെ കൈമെന്ന് പറയാൻ ഇത് ഏതാ ഈ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. മാഷക്ക് ആളിഷ്ടായോ? അയാൾ എന്തിനാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന്? അയ്യേച്ചി, അയാളല്ലാന്ന്, അയാളെ കൂടെയുള്ള പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടാൽ എന്താ? താൻ എനിക്ക് കെട്ടിച്ചു തരുമോ? തരും, കെട്ടിച്ച് തരൂന്ന്. ഒരച്ഛനാവാൻ പറ്റാത്തോണ്ടുള്ള മാഷ വിഷമം 4 മക്കളിൽ എനിക്ക് നന്നായിട്ട് അറിയാം മാഷെ. തനിക്ക് നല്ല വിഷമുണ്ട് അല്ലേ? പിന്നെ കരനില്ലാന്നുള്ളൂ. കരയിക്കും ഞാൻ. എടോ, തന്റെ ബ്രോക്കർ പണിയൊക്കെ സ്കൂളിന്റെ പുറത്തെടുത്താ മതി. മക്കൾക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമം തന്റെ കെട്ടിയോട് അനുഭവിക്കും. അത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടില്ലത്? ഈ തിങ്ങൾ ഞാൻ എന്താ ചെയ്യണ്ടേ? കൊണ്ടുപോയി കുഴിച്ചു മൂടൂ. അപ്പൊ കുഞ്ഞുലക്ഷ്മി ടീച്ചറോട് ഞാൻ എന്ത് പറയും? വലിയ വികാരം ഒന്നും താൻ കൊള്ളണ്ട. അവളുടെ ഭർത്താവ് ഞാനാണ്. അവളോട് എന്താ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. ആലോചിച്ച് നിൽക്കാണ്ട് പോട മൂട്ടെ.